ഇതിൽ ഞാൻ ആദ്യം വെള്ളാപ്പള്ളിയുടെ വിഷയത്തിലേക്ക് വരാം. വെള്ളാപ്പള്ളി എന്തൊക്കെ പ്രവചനങ്ങൾ നടത്തിയിട്ടുണ്ടോ അത് മുഴുവൻ പാളിയ ചരിത്രമേ കേരളത്തിലുള്ളൂ, ഒരെണ്ണം ഒഴികെ. ആ ഒരെണ്ണം നടന്നത് ശ്രീകൃഷ്ണപുരത്താണ്, 2006 മറ്റുമാണ്. 2006 നിന്ന് KP അനിൽകുമാർ മത്സരിക്കുന്ന സമയത്ത് ഈഴവ മുന്നണിക്ക്, ഈഴവ സമുദായത്തിന് ഒരു രാഷ്ട്രീയ സ്വാധീനവും ഇല്ലാത്ത ശ്രീകൃഷ്ണപുരത്ത് മാത്രമാണ് 4000 വോട്ടുകൾക്ക് താഴെ ഈ KP അനിൽകുമാർ പരാജയപ്പെടുന്നത്. അന്ന് 4 സ്ഥാനാർത്ഥികൾ പരാജയപ്പെടുമെന്ന് പ്രവചിച്ച ആളാണ് ഈ വെള്ളാപ്പള്ളി. ചെങ്ങന്നൂർ PC വിശ്വനാഥ്, സജി ചെറിയനെ തോൽപ്പിച്ച് PC വിശ്വനാഥ് നിയമസഭയിലെത്തി. രണ്ടാമത് പറഞ്ഞത് KC വേണുഗോപാൽ തോക്കും ആലപ്പുഴയിൽ നിന്നുള്ളതാണ്. ആഞ്ചലോസിനെ തോൽപ്പിച്ച് KC വേണുഗോപാൽ നിയമസഭയിലെത്തി. പിന്നീട് എനിക്ക് തോന്നുന്നു ബാബു M പ്രസാദ് ഹരിപ്പാട് ദേവകുമാറിനെ തോൽപ്പിച്ച് നിയമസഭയിലെത്തി. പിന്നീട് 4ാമത്തെ ആളെന്ന് പറയുന്നത് ഈ പറയുന്ന KP അനിൽകുമാറാണ്. അത് പ്രവചനമായിട്ട് കാണണ്ട സാർ, അദ്ദേഹത്തിന് ശത്രു തോക്കുന്നു. തമാശ എന്തെന്ന് വെച്ചാൽ 4 പേരും തോക്കും, നിയമസഭയിലെത്തില്ല എന്ന് കട്ടായം പറയുന്നു. 4-ൽ ഈഴവ സമുദായത്തിന് വലിയ സ്വാധീനമുള്ള ഹരിപ്പാട്, ഈഴവ സമുദായത്തിന് സ്വാധീനമുള്ള ആലപ്പുഴ, ഈഴവ സമുദായത്തിന് സ്വാധീനമുള്ള ചെങ്ങന്നൂർ, ഈ 3 മണ്ഡലങ്ങളിലും വലിയ രീതിയിൽ പരാജയപ്പെടുകയാണ് ചെയ്യുന്നത് അദ്ദേഹത്തിൻ്റെ പ്രവചനം. എന്നാൽ ഈഴവ സമുദായത്തിന് സ്വാധീനമില്ലാത്ത ശ്രീകൃഷ്ണപുരത്ത് KP അനിൽകുമാർ വിജയിക്കുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രവചനം എന്തു പറയുന്നു അതിന് നേരെ വിപരീതമായി സംഭവിക്കുന്നു എന്നുള്ളൊരു രാഷ്ട്രീയ പ്രത്യേകത കൂടിയുണ്ട്. 1998 സുധീരനെതിരെ പറയുന്നത്. സുധീരനെ അന്ന് സുധീരൻ ഇടയ്ക്ക് വെച്ച് ക്യാമ്പയിൻ അവസാനിപ്പിക്കുന്നുണ്ട്, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ. അദ്ദേഹം വലിയ രൂക്ഷമായ വിമർശനമാണ് നടത്തുന്നത്. പക്ഷേ അന്ന് CS സുജാത എങ്ങാണ്ടാണ് മത്സരിക്കുന്നത്. 40,000 വോട്ടിൽ പുറത്ത് അന്ന് ഈ സുധീരൻ നേടിയിട്ടുണ്ട്. അവിടെ തുടങ്ങിയതാണ് ഈ പാളിച്ചകൾ. അവിടെ നിന്ന് ഇങ്ങോട്ട് തുടങ്ങി 2006 അതിനുശേഷം പല ഘട്ടങ്ങളിലും VD സതീശൻ പറവൂരിൽ അദ്ദേഹത്തെ വിളിച്ച് മോശം വാക്കുകൾ അധിക്ഷേപിക്കുകയാണല്ലോ ചെയ്തത്. 11,000-ൽ നിന്ന് 20,000 ലീഡ് ഉയർത്തുകയാണ് ചെയ്തത് സതീശൻ എന്നുള്ളത്. ആരിഫ് തോറ്റാൽ ഞാൻ തലമുട്ടയിടിക്കും എന്ന് പറഞ്ഞ ആളാണ് ഈ പിണറായി വിജയൻ. ഇതിൽ അവിടെ വിജയിച്ചത് അവിടെ വെള്ളാപ്പള്ളി പറഞ്ഞതുപോലെ ആരിഫ് അവിടെ തോറ്റു. ആരിഫ് അവിടെ തോറ്റിട്ട് ആര് ജയിച്ചു? വേണുഗോപാൽ ജയിച്ച് വിരിയുന്ന ഒരു സാഹചര്യം ഉണ്ടായി. പിന്നീട് വരുന്ന പ്രവചനങ്ങളും ഇതേപോലെ ഓരോന്നായിട്ട് പൊളിഞ്ഞ് പാളീസായ ചരിത്രമേ ഉള്ളൂ. അതുകൊണ്ട് 90% പ്രവചനങ്ങളും തെറ്റിപ്പോയ ഒരു സമുദായ നേതാവിൻ്റെ വാക്കുകളായിട്ട് മാത്രമേ ഞാനതിനെ കണക്കാക്കുന്നുള്ളൂ. എന്നാൽ ആത്യന്തികമായി നേരത്തെ ഉണ്ണി ബാലകൃഷ്ണൻ സൂചിപ്പിച്ചതുപോലെ ഈഴവ വോട്ടുകൾ എങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യുന്നു എന്ന് CPM-ൻ്റെ കൃത്യമായ വിലയിരുത്തലുള്ളതുപോലെ അതൊരു ആശങ്കയായി തന്നെ CPM കണക്കാക്കുന്നുണ്ട്. അതൊരു പരിധിവരെ ആശങ്കയായി കോൺഗ്രസും കണക്കാക്കുന്നുണ്ട്. അവിടെ ഇപ്പോൾ അടൂർ പ്രകാശിനെ പോലെ ഒരാളെ സംബന്ധിച്ച് ഇലക്ഷൻ മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത് വളരെ എളുപ്പം നടത്താൻ കഴിയുന്ന ഒരാളാണ്. എന്നാൽ അതേസമയം ആലപ്പുഴയിൽ അങ്ങനെ ആയിരുന്നില്ല. അതാണ് ആലപ്പുഴയിൽ KC വേണുഗോപാൽ വന്നിരുന്നാൽ പോലും അവിടെ വലിയൊരു ത്രെട്ട് എന്ന് ഞാൻ സമ്മതിക്കുന്നു. അത് ഈഴവ മുന്നണിയുടെ ഭാഗത്ത്, ഈഴവ സമുദായത്തിൻ്റെ ഭാഗത്ത് നിന്ന് പോയ വോട്ട് ഷിഫ്റ്റ് എന്ന് പറയുന്നത് KC വേണുഗോപാലിനെ സംബന്ധിച്ച് ഡാമേജിങ് ആയിരുന്നു. പക്ഷേ അടൂർ പ്രകാശിൻ്റെ അടുത്തേക്ക് വരുമ്പോൾ അടൂർ പ്രകാശ് വളരെ സക്സസ്ഫുള്ളി ഇത് മാനേജ് ചെയ്തു. അതുകൊണ്ടാണ് അടൂർ പ്രകാശ് കടന്നുപോയത്. അവിടെ വലിയ നേട്ടം ആ അർത്ഥത്തിൽ ഈഴവ മുന്നണിയിൽ നിന്ന് BJPക്കുണ്ടായെങ്കിലും കടന്നുകൂടിയത് അടൂർ പ്രകാശിൻ്റെ സ്ട്രാറ്റജി കൊണ്ട് മാത്രമാണ്. അപ്പോൾ അതൊരു വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. എന്നാൽ ഇത് 3 സ്ഥാനാർത്ഥികളും ആ സമുദായത്തിൽ നിന്നുമാണ്. അങ്ങനെ പ്രത്യേകതയുണ്ട്. പക്ഷേ ആലപ്പുഴയിൽ അങ്ങനെയല്ല. ആരിഫിന് അങ്ങനെ ഒരു പ്രത്യേകതയുണ്ട്. ഞാൻ ആ പോയിന്റിലാണ് പറയുന്നത്. ആലപ്പുഴയിൽ പക്ഷേ അവിടെ വർക്ക് ചെയ്തത് എന്താ? ആരിഫ് അവിടെ കഴിഞ്ഞ തവണ നമ്മൾ കണ്ടതല്ലേ, ആരിഫിൻ്റെ കാര്യത്തിലാണെങ്കിലും ശരി, അതിന് ഓപ്പോസിറ്റായിട്ട് മത്സരിച്ചത് ഷാനിമോൾ ഉസ്മാൻ. അവിടെ എങ്ങനെയാണ് KS രാധാകൃഷ്ണൻ വോട്ട് കൊടുക്കുന്നത്? സമുദായത്തിൽ നിന്ന് വന്നു എന്നുള്ളതാണ്. അപ്പം ആ അർത്ഥത്തിൽ പൂർണ്ണമായും ആലപ്പുഴയിൽ LDF-ന് വോട്ട് ചോർന്നത് അതിന് പിന്നിൽ ഒരു സാമുദായികമായിട്ടുള്ള ഒരു താല്പര്യം കൂടി ഉണ്ട് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അങ്ങനെയായിരിക്കാം വോട്ട് കൺസോൾട്ടേറ്റ്. പിന്നെ ശോഭാ സുരേന്ദ്രൻ്റെ കാൻഡിഡേറ്റിനും വളരെ പ്രധാനപ്പെട്ടതാണ്. ഇനി അതുകൊണ്ട് തൽക്കാലം വെള്ളാപ്പള്ളി നടേശൻ്റെ പ്രസ്താവനയ്ക്ക് വലിയ രാഷ്ട്രീയ മൂല്യമുണ്ട് എന്ന് ഞാൻ കണക്കാക്കുന്നില്ല. അത് ഒരു സമുദായത്തിൻ്റെ വോട്ട് ആർക്ക് ലഭിക്കുന്നു എന്നുള്ളത് ആ സമുദായത്തിലെ അംഗങ്ങളാണ് തീരുമാനിക്കുക. ഏതെങ്കിലും തരത്തിൽ ബ്ലോക്കായിട്ട് ഈഴവ കമ്മ്യൂണിറ്റിയുടെ വോട്ടൊന്നും ഷിഫ്റ്റ് ചെയ്യാൻ കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അത് BJP ഏറെക്കാലമായി നടത്തിക്കൊണ്ടിരിക്കുന്ന സോഷ്യൽ എഞ്ചിനീയറിംഗ് മൂലമാണ്. തുഷാർ വെള്ളാപ്പള്ളി വിചാരിച്ചാലൊന്നും കേരളത്തിലെ ഭൂരിപക്ഷം ഈഴവ വോട്ടുകളും BJPയിലേക്ക് പോകുമെന്ന് ഞാൻ കരുതുന്നുമില്ല. പക്ഷേ അവരുടെ സോഷ്യൽ എഞ്ചിനീയറിംഗ് അടിത്തട്ടിൽ നടക്കുന്നുണ്ട്. ആ അടിത്തട്ടിലുള്ള സോഷ്യൽ എഞ്ചിനീയറിംഗ് ഈഴവ വോട്ടുകളെ ചേർത്ത് നിർത്താൻ നടത്തുന്ന ശ്രമങ്ങളുണ്ട്. അത് ഫലം കാണുന്നു എന്നാണ് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് നമ്മളെ തെളിയിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ആ വഴി തൽക്കാലം അടഞ്ഞിരിക്കുന്നു എന്നാണ് ഞാൻ മനസ്സിലാവുന്നത്. ഇനി UDF-ൻ്റെ കാര്യത്തിലേക്ക് വന്നാൽ ഇന്ന് PV അൻവറിനെ സ്വീകരിച്ചിരിക്കുന്നത് രാഷ്ട്രീയമായ ഏറ്റവും നല്ല തന്ത്രമാണ്. ആർക്കെങ്കിലും പറയാൻ കഴിയുമോ PV അൻവർ ഈ തെരഞ്ഞെടുപ്പിൽ വരാൻ പോകുന്ന ഉപതെരഞ്ഞെടുപ്പിൽ ഒരു പ്രധാനപ്പെട്ട
ഒരു ക്യാമ്പയിനറാണെന്നേ. നേരത്തെ സൂചിപ്പിച്ചതുപോലെ നേരിട്ട് പിണറായി വിജയനെ അറ്റാക്ക് ചെയ്യുന്നു എന്ന് മാത്രമല്ല, അടുത്ത ഇലക്ഷൻ്റെ അജണ്ട യഥാർത്ഥത്തിൽ സെറ്റ് ചെയ്തത് ആരാ? അടുത്ത ഇലക്ഷനുമായി ബന്ധപ്പെട്ട ഒരു ആൻറ്റി ഇൻകുംബൻസി വളരെ ശക്തമായി ഇത്രയുമധികം മാധ്യമങ്ങളുടെ സഹായത്തോടു കൂടി സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് ഈ പി വി അൻവർ അല്ലേ? പി വി അൻവർ ഉന്നയിച്ച 3 പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഇപ്പോഴും ബാക്കി നിൽക്കുകയല്ലേ? എം ആർ അജിത് കുമാറിൻ്റെ കാര്യത്തിൽ വിജിലൻസ് കൊടുത്ത ക്ലീൻ ചിറ്റ് അംഗീകരിച്ചിട്ടില്ലല്ലോ, അത് തള്ളിക്കളഞ്ഞില്ലേ വിജിലൻസ്? മാത്രമല്ല, എം ആർ അജിത് കുമാറുമായി ബന്ധപ്പെട്ട് തൃശ്ശൂർ പൂരവുമായി ബന്ധപ്പെട്ട് ഉയർത്തിയ ആരോപണങ്ങൾ അതിൽ വസ്തുതയുണ്ടെന്നും കഴമ്പുണ്ടെന്നും ഒരു പരിധിവരെ കണ്ടെത്തിയില്ലേ? അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് പി വി അൻവർ ഉയർത്തിയ ആരോപണങ്ങൾ പൂർണ്ണമായും തള്ളിക്കളയാൻ കഴിഞ്ഞിട്ടില്ലെന്ന് മാത്രമല്ല, പൊതുജനങ്ങളുടെ മധ്യത്തിൽ ഇതിലൊരു വലിയ ഒരു ഷിഫ്റ്റ്, ഒരു വോട്ട് ഷിഫ്റ്റ് ഉണ്ടാക്കാൻ പറ്റാവുന്ന രീതിയിലൊരു പൊളിറ്റിക്കൽ നറേറ്റീവ് കൊണ്ടുവന്നിട്ടുണ്ട്. ആ നറേറ്റീവ് എന്ന് പറയുന്നത് എന്താണ്? കേരള പോലീസ് സംഘവൽക്കരിക്കപ്പെട്ടിരിക്കുന്നു എന്ന് പറയുന്ന ഒരു ആർഗ്യുമെന്റ് കൊണ്ടുവന്നിട്ടുണ്ട്. അടുത്ത തെരഞ്ഞെടുപ്പിൽ മൈനോറിറ്റി വോട്ടുകളെ ഒപ്പം നിർത്താനുള്ള ഏറ്റവും വലിയ പൊളിറ്റിക്കൽ ടൂളാണത്. കേരള പോലീസിന് സംഘവൽക്കരിക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ളൊരു പൊളിറ്റിക്കൽ നറേറ്റീവ് കോൺഗ്രസ് പറയുന്നതിനേക്കാൾ എഫക്റ്റീവായി യു ഡി എഫ് ക്യാമ്പിൽ നിന്ന് പറയാൻ കഴിയുന്നത് നിലവിൽ പി വി അൻവറിനാണ്. അങ്ങനെ പി വി അൻവറിനെ യു ഡി എഫിനോടൊപ്പം കൂട്ടുമ്പോൾ അതൊരു പൊളിറ്റിക്കൽ അസറ്റായിട്ട് മനസ്സിലാക്കുന്നു. അതുകൊണ്ട് തന്നെയാണ് ഇന്നിപ്പോൾ പനമരത്തെ ബെന്നി ചെറിയാനെ കൂടി തൻ്റെ ഭാഗത്തേക്ക് തൃണമൂൽ കോൺഗ്രസിലേക്ക് ചാടിച്ച് അവിടെ എൽ ഡി എഫിന് ഭരണം നഷ്ടപ്പെടുത്തി യു ഡി എഫിന് ഭരണം കൊടുത്തുകൊണ്ടാണ് പി വി അൻവർ വരുന്നത്. പനമരത്തെ ഗിഫ്റ്റാണ് എന്ന് നേരത്തെ പറഞ്ഞതുപോലെ അതൊരു വലിയ മാറ്റമാണ്. അദ്ദേഹം ജെ ഡി എസിൻ്റെ വിമതനായിട്ടോ മറ്റോ ആണ് അവിടെ മത്സരിച്ചത്, പിന്നീടാണ് തൃണമൂൽ കോൺഗ്രസിലേക്ക് വരുന്നത്. അതൊരു ചെറിയ ഷിഫ്റ്റല്ല. തദ്ദേശ തെരഞ്ഞെടുപ്പ് വരാൻ പോവുക. ആ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പി വി അൻവർ ഉയർത്തിയിരിക്കുന്ന വിഷയങ്ങൾ യു ഡി എഫ് കൂടി ഉയർത്തുമ്പോൾ അതിനൊരു പഞ്ച് കിട്ടും, അതൊരു ബലമാകും എന്ന കാര്യത്തിൽ സംശയമില്ല. അതാണ് യു ഡി എഫിൻ്റെയും ആലോചന എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇന്ന് യു ഡി എഫ് എടുത്തിരിക്കുന്ന ഈ തീരുമാനം ശ്രദ്ധേയ തീരുമാനം. ഞാൻ മനസ്സിലാക്കുന്നത് ഇന്നലെ എടുത്ത തീരുമാനമല്ല എന്നുള്ളതാണ്. നേരത്തെ പി വി അൻവർ രാജിവെച്ചതിനു ശേഷം കൃത്യമായ പൊളിറ്റിക്കൽ മെസ്സേജാണ് നൽകിയത്. ആ പൊളിറ്റിക്കൽ മെസ്സേജ് കൊടുക്കുന്നതിന് മുമ്പ് പി വി അൻവർ 2 യാത്രകൾ നടത്തിയിരുന്നു. ഒന്ന് പാണക്കാട്ട് തങ്ങളുടെ വീട്ടിലേക്ക്, മറ്റൊന്ന് കേരളത്തിലെ മുതിർന്ന KPCC നേതാക്കളെ കാണാനായി. കൂടിക്കാഴ്ചകളിലും ഈ കാര്യങ്ങളൊക്കെ ചർച്ചാ വിഷയമായിട്ടുണ്ട്. പക്ഷേ അന്ന് നിലവിൽ യു ഡി എഫിലേക്ക് എടുക്കുന്നത് സംബന്ധിച്ചൊരു തീരുമാനമെടുക്കാൻ രാഷ്ട്രീയകാര്യ സമിതിക്ക് പോലും ഇപ്പോൾ കഴിയില്ല എന്ന തീരുമാനം പി വി അൻവറിനെ അറിയിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് കഴിഞ്ഞ രാഷ്ട്രീയകാര്യ സമിതിയിൽ പി വി അൻവറിൻ്റെ കടന്നുവരവിനെ സ്വാഗതം ചെയ്യാതിരുന്നതും. എന്നാൽ ഒരു വാതിൽ തുറന്നിട്ട് കൊടുത്തു. നേരിട്ട് തൃണമൂൽ കോൺഗ്രസിനെ യു ഡി എഫിലേക്ക് ക്ഷണിക്കുന്നതിന് ഹൈക്കമാൻഡിൻ്റെ അനുമതി വേണം. ഹൈക്കമാൻഡ് നിലവിലുള്ള സാഹചര്യത്തിൽ അനുമതി കൊടുക്കില്ല. വെസ്റ്റ് ബംഗാളിലടുത്ത് തെരഞ്ഞെടുപ്പ് വരാൻ പോകുന്നു. അതൊരു പ്രധാനപ്പെട്ട വിഷയമാണ്. അവിടെ മമതാ ബാനർജി രാഹുൽ ഗാന്ധിയുമായിട്ട് ഇണഞ്ഞു നിൽക്കുന്നു. അതുകൊണ്ട് അതിനൊരു ഹൈക്കമാൻഡ് പെർമിഷൻ വേണം. എന്നാൽ യു ഡി എഫുമായി ബന്ധപ്പെട്ട് സഹകരിപ്പിക്കാം എന്ന ഒരു ഉറപ്പ് കൊടുത്തിരുന്നു. അതിൻ്റെ ആദ്യഘട്ട എപ്പിസോഡാണ് നമ്മൾ ഇന്ന് കണ്ടത്. ആദ്യ എപ്പിസോഡാണ് കരുവാരക്കുണ്ടിലും നിലമ്പൂരിലും ഇടക്കരയിലും നടന്ന ഇന്നത്തെ യോഗങ്ങളിൽ പി വി അൻവറിൻ്റെ സാന്നിധ്യം എന്ന് പറയുന്നത്. അത് യു ഡി എഫിലേക്കുള്ള വാതിൽ തുറക്കാനുള്ളതിൻ്റെ ആരംഭമായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ആ അർത്ഥത്തിൽ പി വി അൻവറിന് വഴി തെളിഞ്ഞിരിക്കുന്നു. എന്നെ അത്ഭുതപ്പെടുത്തുന്നത് പി വി അൻവർ ഒരു പി സി ജോർജായി മാറുമോ എന്നൊക്കെയുള്ള ആശങ്ക നമ്മളിൽ പലരുമൊക്കെ പങ്കുവച്ചിരുന്നു. പക്ഷേ പി സി ജോർജിനേക്കാൾ രാഷ്ട്രീയ കരുനീക്കങ്ങൾ കൃത്യമായിട്ട് അറിയാവുന്ന ഒരു നേതാവാണ് പി വി അൻവർ. അതൊരു പൊളിറ്റിക്കൽ സീസണിങ്, ഒരുപക്ഷെ ആ ഒരു കോൺഗ്രസ് ബ്ലഡ് ഉള്ളത് കൊണ്ടായിരിക്കാം. ഒരുപക്ഷെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ആരും വിചാരിച്ചില്ല പി വി അൻവർ വിജയിച്ചു വരുമെന്ന്. അവിടുത്തെ ആളുകൾ പലരും വിചാരിച്ചത് പ്രകാശിന് മുന്നിൽ തോറ്റുപോകുമെന്നാണ്. പക്ഷേ പി വി അൻവർ 3700 വോട്ടുകൾക്ക് വിജയിക്കുന്നത് എങ്ങനെയാണെന്നറിയാമോ? ഞാൻ അവിടെ ഇന്ന് നിലമ്പൂർ പോയപ്പോൾ ചില ആളുകളെ കണ്ട് സംസാരിച്ച് പോകാൻ പറഞ്ഞത്, ഈ നിലമ്പൂർ ഭാഗത്തുനിന്ന് ഗൂഡല്ലൂർ ഭാഗത്തേക്ക് പോയി താമസിച്ചിരുന്ന ചില തൊഴിലാളികളുണ്ട്. അവരെ പൂർണ്ണമായിട്ടും, അതായത് ഈ കോൺഗ്രസ്സുകാരൊക്കെ അവരെ അവഗണിച്ചിരുന്നവരാണ്, അവരെയൊക്കെ തിരിച്ച് നിലമ്പൂർ മണ്ഡലത്തിലേക്ക് കൊണ്ടുവന്ന് കൃത്യമായിട്ട് പോൾ ചെയ്യിപ്പിക്കാനുള്ളൊരു സ്ട്രാറ്റജി തയ്യാറാക്കിയിരുന്നു. ജയിച്ചത് 3700 വോട്ടുകൾക്ക്. അങ്ങനെയുള്ള 4000 വോട്ടം കണ്ടാണ് 7 ദിവസം വർക്ക് ചെയ്തത്. ആഫ്രിക്കയിലായിരുന്നു. എന്നിട്ട് പോലും പി വി അൻവർ വിജയിച്ച് കയറിയെങ്കിൽ പി വി അൻവറിനെ എഴുതി തള്ളാൻ കഴിയില്ല. ആദ്യം മത്സരിക്കുന്നത് അദ്ദേഹം 2011 പി കെ ബഷീറിൻ്റെ ഏറനാട് മണ്ഡലത്തിലാണല്ലോ. അന്ന് CPM-ന്റെ പിന്തുണ CPA എതിർത്ത് ഈ പി വി അൻവർ വാങ്ങിയിട്ടുണ്ട്. അന്ന് 11,000 വോട്ടിന് മറ്റുമാണ് പി കെ ബഷീർ വിജയിച്ച് കയറുന്നത്. പക്ഷേ 37,000 വോട്ടുകൾ അന്ന് പിടിക്കാൻ പി വി അൻവറിന് സാധിച്ചിട്ടുണ്ട്. പിന്നീട് ഒരു 60,000 ശരാശരിയിൽ നിന്ന് LDF വോട്ടുകൾ 2014 77,000 വർദ്ധിപ്പിച്ചതും പി വി അൻവറിൻ്റെ ഒരു പൊളിറ്റിക്കൽ അക്യുമെൻ കൊണ്ട് തന്നെയാണ്. അത് പക്ഷേ 2025 ആകുമ്പോഴേക്കും ഏറെക്കുറെ ഉലഞ്ഞിട്ടുണ്ട്. ഒരു കാര്യം നിലമ്പൂരുകാർ പറയുന്നത്, ഇന്ന് നിലമ്പൂർ പോയി വന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ കുടുംബാംഗത്തിൽപ്പെട്ട ഒരാളെ തന്നെ ഞാൻ കണ്ടു. അദ്ദേഹം തന്നെ പറഞ്ഞത്, ഒറ്റയ്ക്ക് നിന്നാൽ പി വി അൻവറിന് വിജയസാധ്യതയില്ല. അവർ കൃത്യമായി തന്നെ പറയില്ല. ഒരു 11,000 മുതൽ 10,000 വരെ വോട്ട് പരമാവധി സമാഹരിക്കാൻ സാധിച്ചേക്കും. എന്നാൽ ഏത് മുന്നണിയോടൊപ്പം പി വി അൻവർ പോകുന്നോ ആ മുന്നണിയിൽ ഒരു വിജയശില്പി ആകാൻ പി വി അൻവറിന് സാധിക്കും. ഹി ക്യാൻ
ബി എ കിങ് മേക്കർ. ഒരു അലയൻസിനോടൊപ്പം നിൽക്കുമ്പോൾ ഒരു കിങ് മേക്കർ ആക്കാൻ സാധിക്കും. പക്ഷേ അലയൻസ് ഇല്ലാതെ നിന്നാൽ ഒറ്റയ്ക്ക് കിങ് ആവാൻ കഴിയില്ല എന്നതാണ് പി വി അൻവറിനെ കുറിച്ചുള്ള പൊതുവായിട്ടുള്ളൊരു വിലയിരുത്തൽ. ഇനി അതെങ്ങനെയാണ് കോൺഗ്രസ് തീർച്ചയായിട്ടും ആര്യടൻ ഷൗക്കത്ത് ആണെങ്കിലും പിന്തുണയ്ക്കും എന്നതിൻ്റെ സൂചനയാണല്ലോ ഇന്ന് അദ്ദേഹം പറഞ്ഞത്. ഏത് സ്ഥാനാർത്ഥി വന്നാലും 30,000 വോട്ടുകളുടെ വിജയം ഞാൻ ഉറപ്പുവരുത്തുന്നു എന്നാണ് പി വി അൻവർ പറഞ്ഞിരിക്കുന്നത്. അത് അർത്ഥത്തിൽ ഒരു സൂചനയാണ്. ആര്യടൻ ഷൗക്കത്താണ് വരുന്നതെങ്കിലും പി വി അൻവർ നിലമ്പൂരിന് ഒരു പ്രത്യേകതയുള്ളതേ, ഈ ഉപതെരഞ്ഞെടുപ്പുകളെല്ലാം സിറ്റിംഗ് സീറ്റിലാണല്ലോ ഇവർ വിജയിച്ചത് അല്ലെ. പുതുപ്പള്ളി, തൃക്കാക്കര, പാലക്കാട്, വയനാട് അല്ലെ, ചേലക്കര അപ്പുറത്തും പോയി. അപ്പൊ ശരി, ഇതിപ്പം LDF-ന്റെ സിറ്റിംഗ് സീറ്റാണ്. അത് ഈ തെരഞ്ഞെടുപ്പിന് മുമ്പായിട്ട് വരുന്നു എന്നുള്ള വിഷയമുണ്ട്. അതെ, അങ്ങനെ വരുമ്പോ അവർക്കത് തിരിച്ചു പിടിക്കാൻ കഴിയുകയാണെങ്കിൽ UDF-ന് ക്ലെയിം ചെയ്യാം. പക്ഷേ UDF ക്ലെയിം ചെയ്യുമ്പോഴും ഈ പ്രശ്നമുണ്ട്. പി വി അൻവർ അപ്പുറത്തായിരുന്നെങ്കിൽ മാത്രമേ UDF ക്ലെയിമിന് വാലിഡിറ്റി അത്രേ ഉള്ളൂ. പക്ഷേ പി വി അൻവർ തന്നെ ഇപ്പുറത്തേക്ക് ക്ലെയിം ഇല്ല. കാര്യം അത് പരമ്പരാഗതമായ UDF-ന്റെ സീറ്റാണ്. ആ മണ്ഡലത്തിൽ ആര്യാടൻ മുഹമ്മദ് വിജയിച്ച് കയറുന്ന മണ്ഡലമാണ്. ശ്രീരാമകൃഷ്ണൻ നിർത്തിയിട്ട് വിജയിച്ചില്ല, അൻവർ മാസ്റ്റർ നിർത്തിയിട്ട് വിജയിച്ചില്ല. പി വി അൻവറാണ് പിന്നീട് ആ LDF-ലേക്ക് കൊണ്ടുവരുന്നത്. അപ്പോൾ അതാണ് അതിനകത്ത് ഒരു കാര്യമായി പറയാനുള്ളത്. അതുകൊണ്ട് തീർച്ചയായിട്ടും വഴി തുറന്നിരിക്കുന്നു പി വി അൻവർ എന്ന കാര്യത്തിൽ സംശയമില്ല. Meet the editors.